ഒരു മുഅ്മിനായ വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി അവൻ്റെ വ്യക്തിപരമായ ബാധ്യതയാണ്, ഫർള് ഐനാണ് ആളുകളെ, സഹജീവികളോട് കരുണ കാണിക്കലും സഹജീവികളെ സ്നേഹിക്കലും സഹജീവികളെ സഹായിക്കലുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യനാരാ നബിയേ? എന്തായിരുന്നു ചോദ്യം? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യനാരാ നബിയേ? സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിട്ടുള്ള സഹാബാക്കളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളാണ് കടന്നുപോയത്. ചിലർ വിചാരിച്ചു നിസ്കരിക്കുന്നവരാണ്, ചിലർ വിചാരിച്ചു നോമ്പ് നോൽക്കുന്നവരാണ്, ചിലർ വിചാരിച്ചു സക്കാത്ത് കൊടുക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാം കാര്യവും ഈമാൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇബാദത്തിലായി കൂടുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് അവരൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഒരേ ഒരു കാര്യമാണ്, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യനാരാ നബിയെ? ഈ ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മറുപടി പറയുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ അംഫഅഹും ലിന്നാസ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്കാരാണോ ഉപകാരം ചെയ്യുന്നത് അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇപ്പൊ നിങ്ങളൊക്കെ നോക്കിയേ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. ആ മദ്രസയിൽ നമ്മൾ പഠിക്കുന്ന പാഠം എന്താ? അയൽവാസികളോട് കരുണ കാണിക്കണം, അയൽവാസിയെ സ്നേഹിക്കണം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, ബാക്കി പറയും, മദ്രസയിൽ പഠിച്ചതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, ഷഫീഉനാ റസൂലുള്ളാഹി. അയൽവാസിയുടെ ഡെഫിനിഷൻ എന്താ? അയൽവാസി എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ നേരെ നിൽക്കുമ്പോ എൻ്റെ മുന്നിലേക്ക് 40 വീടാണ്, എൻ്റെ ബാക്കിലേക്ക് 40 വീടാണ്, എൻ്റെ സൈഡിലേക്ക് 40 വീടാണ്, എൻ്റെ ഇടതുഭാഗത്തേക്ക് 40 വീടാണ്. അങ്ങനെ നോക്കുമ്പോൾ 16 160 വീടുകൾ റേഡിയസ് ഉള്ള വിസ്തീർണമുള്ള ഒരു സർക്കിളാണ് അയൽവാസി എന്നതിനെ ഡെഫിനിഷനായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഈ 40 വീടുകളിലും കൃത്യമായി സൂക്ഷ്മമായി ഒരു സത്യവിശ്വാസി അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അവിടെ പട്ടിണിയാണോ, അവിടെ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്നുണ്ടോ, അവിടെ ആരെങ്കിലും വെള്ളം കുടിക്കാതെ കിടക്കുന്നുണ്ടോ, അത് നോക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ്. അങ്ങനെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഫർള് എന്ന് പറയുന്നതിനർത്ഥം, ഫർള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? നിർബന്ധം അല്ലേ? പക്ഷെ മദ്രസയിൽ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ മദ്രസയിൽ ബാക്കി ഉസ്താദ് അങ്ങനെയാണോ പഠിപ്പിക്കണേ? ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധം എന്താ പഠിപ്പിക്കണേ? ആണോ ഉസ്താദെ? ഫർള് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. വെറും നിർബന്ധം എന്ന വാക്കിന് മാത്രം ഫർള് എന്ന് പറയാൻ പാടില്ല. നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന അർത്ഥത്തിലാണ് നിർബന്ധം എന്ന് പഠിപ്പിക്കുന്നത്. യഥാർത്ഥ അർത്ഥം ഫർള് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. അങ്ങനെ വരുമ്പോ സഹജീവികളോട് സ്നേഹം കാണിക്കലും കരുണ കാണിക്കലും ഫർള് ഐനായ കാര്യമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലേക്കും ബാക്കിലേക്കും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുമുള്ള ആളുകളുടെ ക്ഷേമം അന്വേഷിക്കലും അവരെ സഹായിക്കലും അതുപോലെ തന്നെ അവർക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫർള് ഐനായ ബാധ്യതയാണ്.